എന്തിനാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിക്കുന്നത്? അമേരിക്ക ഇറാനെയും വെനിസ്വലയും ഉപരോധിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയുടെ ആർത്തിയും അഹങ്കാരവും സ്വേച്ഛാധിപത്യ നിലപാടും കൊണ്ടാണ്. എന്തിന് അമേരിക്ക ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആഗോള എണ്ണ വിപണിയിൽ തങ്ങളുടെ അധികാരം നിലനിർത്താനും ഈ രാജ്യങ്ങൾ അമേരിക്കൻ ഡോളറിന് പകരമായി മറ്റ് കറൻസികൾ ഉപയോഗിക്കുന്നത് തടയാനുമാണെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടാറുണ്ട്. നിങ്ങൾക്കറിയാമോ, ലോകത്തെ രാജ്യങ്ങളിലെ എണ്ണ നിക്ഷേപത്തിന്റെ ശതമാനം എത്രയാണെന്ന്? അതിങ്ങനെയാണ്: വെനസ്വേല 17.17, സൗദി അറേബ്യ 15.14, ഇറാൻ 11.82, കാനഡ 9.24, അമേരിക്ക 4.74%, മറ്റ് രാജ്യങ്ങൾ 41.89. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ അമേരിക്കയുടെ ഈ നടപടികൾക്ക് പിന്നിലെ കാരണം എന്താണെന്ന്? ഏത് രാജ്യത്തിന്റെ കൈവശമാണ് ഏറ്റവും കൂടുതൽ എണ്ണയെന്നും എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടക്കുന്നത് എന്നും നമുക്ക് പരിശോധിക്കാം. ഒന്നാമത് വെനസ്വേലയാണ്. ലോകത്തെ ആകെ എണ്ണ നിക്ഷേപത്തിന്റെ 17.17% ഇവരുടെ മണ്ണിലാണ്. എന്നാൽ ഈ വലിയ സമ്പത്ത് ഉണ്ടായിട്ടും ആഭ്യന്തര പ്രശ്നങ്ങളും ഉപരോധങ്ങളും കാരണം ഈ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. വെനസ്വേലയിൽ അമേരിക്ക ചെയ്തത് എന്താണ്? വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ ഇടപെടലുകൾ വെറുമൊരു രാഷ്ട്രീയ നീക്കമായിരുന്നില്ല, മറിച്ച് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപത്തിന്മേൽ അധികാരം സ്ഥാപിക്കാനുള്ള കൃത്യമായ തിരക്കഥയായിരുന്നു അത്. ആ രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാനും സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കാനും അമേരിക്ക പ്രയോഗിച്ച ഏറ്റവും വലിയ ആയുധം കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളായിരുന്നു. വെനസ്വേലയുടെ ആകെ വരുമാനത്തിന്റെ 95% എണ്ണയിൽ നിന്നാണെന്നിരിക്കെ അമേരിക്കൻ കമ്പനികൾ അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നത് നിരോധിച്ചതോടെ ആ രാജ്യം കൂപ്പുകുത്തി. ഇതിനു പുറമെ വിദേശ രാജ്യങ്ങളിലുള്ള വെനസ്വേലയുടെ സ്വർണ്ണ ശേഖരവും ബാങ്ക് നിക്ഷേപങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയതോടെ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായും അടഞ്ഞു. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മഡൂറോയെ അംഗീകരിക്കാതെ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഇടക്കാല പ്രസിഡന്റിനെ പ്രഖ്യാപിച്ച അമേരിക്കൻ നടപടി ആ രാജ്യത്ത് 2 സമാന്തര ഭരണകൂടങ്ങൾ സൃഷ്ടിക്കാനും വലിയ ആഭ്യന്തര സംഘർഷങ്ങളിലേക്ക് നയിക്കാനും കാരണമായി. സൈനികാഭ്യാസങ്ങളിലൂടെ അതിർത്തികളിൽ ഭീതി വിതച്ചും പരസ്യമായ സൈനിക അട്ടിമറിക്ക് ആഹ്വാനം ചെയ്തും മഡൂറോയെ ഒരു ഏകാധിപതിയായി മുദ്രകുത്തി അദ്ദേഹത്തെ പിടികൂടുന്നവർക്ക് കോടികൾ പ്രതിഫലം പ്രഖ്യാപിച്ചും അമേരിക്ക സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നു. ഇതിന്റെ എല്ലാം ആത്യന്തിക ഫലം ലോകത്തെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള വെനസ്വേല ഒരു കളിപ്പാവയായി മാറി എന്നതാണ്. കൂടാതെ അമേരിക്കയുടെ സൈനികവും സാമ്പത്തികവുമായ സംരക്ഷണ വലയത്തിനുള്ളിൽ നിൽക്കുന്ന സൗദിയെയും പരോക്ഷമായി നിയന്ത്രിക്കുന്നത് വാഷിംഗ്ടൺ തന്നെയാണ് എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം. അങ്ങനെ വെനസ്വേലയുടെ 17.17% ഓഹരിയും വിപണിയിലെ വമ്പന്മാരായ സൗദി അറേബ്യയുടെ 15.14% നിക്ഷേപവും ചേർത്ത് ലോകത്തിന്റെ ഊർജ സമ്പത്തിന്റെ വലിയൊരു ഭാഗം ഇതിനോടകം തന്നെ അമേരിക്കയുടെ പരോക്ഷ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ഇതിനു പുറമെ ലോകത്തെ 3ാം വലിയ എണ്ണശേഖരമായ ഇറാന്റെ 11.82% കൂടി ലക്ഷ്യം വെക്കുന്നതിലൂടെ ആഗോള എണ്ണ വിപണിയുടെ സിംഹഭാഗവും തങ്ങളുടെ ഡോളർ സാമ്രാജ്യത്തിന് കീഴിലാക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാനഡയുടെ 9.24% നിക്ഷേപവും അമേരിക്കയുടെ സ്വന്തം 4.74 ശേഖരവും കൂടി കണക്കിലെടുക്കുമ്പോൾ ലോകത്തെ ആകെ എണ്ണയുടെ പകുതിയോളവും അമേരിക്കൻ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം ചലിക്കുന്ന ഒരു അവസ്ഥയാണ് സംജാതമാകുക. അങ്ങനെ ചുരുക്കത്തിൽ ലോകത്തെ മറ്റു രാജ്യങ്ങളെല്ലാം ചേർന്ന് പങ്കിടുന്ന ബാക്കി 41.89 നിക്ഷേപത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നതാണ് അമേരിക്കയുടെ ആത്യന്തികമായ കുതന്ത്രം. വെനസ്വേലയിൽ പയറ്റിയ അതേ തന്ത്രം തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ഇറാനിലും ലക്ഷ്യമിടുന്നത്. ലോകത്തെ എണ്ണ നിക്ഷേപത്തിന്റെ 11.82% കൈവശമുള്ള ഇറാനെ തകർക്കുന്നതിലൂടെ വെറും സൈനിക വിജയം മാത്രമല്ല അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്, മറിച്ച് ഇറാന്റെ വിപുലമായ എണ്ണ ശേഖരത്തിന്മേൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാവ ഗവൺമെന്റിനെ പ്രതിഷ്ഠിക്കുക എന്ന കുതന്ത്രം കൂടിയാണ്. കണക്കുകൾ പരിശോധിച്ചാൽ ഇതിന്റെ ഭീകരത മനസ്സിലാക്കാം.
വെനിസ്വേലയുടെ 17.17% നിക്ഷേപവും ഇറാന്റെ 11.82 ചേരുമ്പോൾ അത് ലോകത്തെ ആകെ എണ്ണ ശേഖരത്തിന്റെ ഏകദേശം 29% വരും. ഇതിനോടൊപ്പം അമേരിക്കയുടെ 4.7% ചേർത്താൽ ലോകത്തെ ആകെ എണ്ണയുടെ ഏകദേശം 33%-ലധികം അമേരിക്കയുടെയും അവരുടെ ഡോളറിന്റെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലാകും. ലോകത്തിലെ 1/3 എണ്ണയും അമേരിക്കൻ ഡോളറിലൂടെ മാത്രം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു നിന്നാലും അവർക്ക് ലഭിക്കുക വെറും 66% നിക്ഷേപം മാത്രമായിരിക്കും. ഊർജ വിപണിയിലെ ഈ ആധിപത്യത്തിലൂടെ ലോകത്തെ മുഴുവൻ തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് കീഴിൽ നിർത്തുക എന്നതാണ് അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം. വെനിസ്വേലയിൽ നാം കണ്ടതുപോലെ ഒരു രാജ്യത്തെ ജനങ്ങളെ പട്ടിണിയിലേക്കും ആഭ്യന്തര യുദ്ധത്തിലേക്കും തള്ളിവിട്ടാണെങ്കിലും തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ രീതി. അതേസമയം US-ഉമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ പുതിയ ശ്രമങ്ങൾ നടത്തിയെന്ന US മാധ്യമങ്ങളുടെ അവകാശവാദങ്ങൾ ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി തള്ളി. തങ്ങൾ അമേരിക്കയുമായി ചർച്ച നടത്തില്ലെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ഖമേനിയുടെ വധത്തിന് ശേഷം ഒമാൻ മധ്യസ്ഥർ മുഖേന ലാരിജാനി ചർച്ചകൾക്കായി നീക്കം നടത്തിയെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. ഇറാൻ ഭരണകൂടത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സൈനിക നീക്കത്തിന്റെ 3-ാം ദിവസമായ തിങ്കളാഴ്ചയും അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം തുടരുകയാണ്. പശ്ചിമേഷ്യയിലുടനീളമുള്ള അമേരിക്കൻ ആസ്തികളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങളിലൂടെ ഇറാൻ ഇതിനോട് പ്രതികരിച്ചു. ഇത് ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ ഭീതി വർദ്ധിപ്പിക്കുകയാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനും സുരക്ഷാ കൗൺസിലിനും അയച്ച കത്തിൽ ഖമേനിയുടെ വധത്തെ ഭീരുത്വപരമായ ഭീകര പ്രവർത്തനമെന്ന് അപലപിച്ചു. ഈ ആക്രമണങ്ങൾ രാജ്യങ്ങളുടെ നിലനിൽപ്പിനും രാഷ്ട്രങ്ങൾക്കിടയിലെ പരിഷ്കൃതമായ പെരുമാറ്റ രീതികൾക്കും വിരുദ്ധമായ അപകടകരവും അത്ഭുതപൂർവമായ പ്രകോപനമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച കശ്മീരിലെ ശ്രീനഗറിലും ലാൽ ചൗക്കിലും ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടുകയും അമേരിക്കയും ഇസ്രയേലിനുമെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. സംഘർഷം രൂക്ഷമായതോടെ ഗൾഫ് മേഖലയിലാകെ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, താമസ സ്ഥലങ്ങൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം തുടരുകയാണ്. ഇതിന്റെ പ്രതിഫലനമെന്നോണം കേരളത്തിലും വിമാന സർവീസുകൾ തടസ്സപ്പെടുന്നു. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഇതുവരെ 65 സർവീസുകൾ റദ്ദാക്കി. ഇതിൽ 20 മാത്രം ഇന്ന് മാത്രം റദ്ദാക്കിയവയാണ്. കൂടാതെ യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത ഗൾഫിലെ SSLC+2 പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ കടുത്ത ഭീതിയിലാണ് കഴിയുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ തിങ്കളാഴ്ച രാവിലെയും ഉഗ്രസ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കുവൈറ്റിൽ നിരന്തരം വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നു മാത്രം 3 തവണയാണ് ഇത്തരത്തിൽ അലാറം മുഴങ്ങിയത്. കുവൈറ്റ് വ്യോമാതിർത്തിയിൽ അമേരിക്കയുടെ F-15 യുദ്ധവിമാനം തകർന്നു വീണത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. പാട്രിയറ്റ് എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്നുള്ള മിസൈലേറ്റാണ് വിമാനം തകർന്നതെന്നാണ് പ്രാഥമിക സൂചനകൾ. അബുദാബിയിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനു പുറമെ സൗദിയിലെ അരാംകോയുടെ റാസ് ടെനൗറോ റിഫൈനറിക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതും ആമസോൺ ക്ലൗഡ് ഡേറ്റാ സെന്ററുകൾക്ക് കണക്ടിവിറ്റി പ്രശ്നങ്ങൾ നേരിട്ടതും മേഖലയെ സാമ്പത്തികമായും സാങ്കേതികമായും തളർത്തുകയാണ്. ലെബനൻ അതിർത്തിയിലും സംഘർഷം കൊടുമ്പിരി കൊള്ളുകയാണ്. ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പാർലമെന്ററി വിഭാഗം തലവൻ മുഹമ്മദ് റാദ് കൊല്ലപ്പെട്ടു. ഇതിന് പ്രതികാരമായി ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു.
എന്നാൽ സംഘർഷങ്ങൾക്ക് ഉത്തരവാദി ഹിസ്ബുള്ളയാണെന്ന് ഇസ്രയേൽ ആരോപിക്കുകയും ലബനനിലെ നിരവധി ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ റോക്കറ്റ് വിക്ഷേപിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ ലബനീസ് സർക്കാർ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ ഓരോ നീക്കവും ലോകരാഷ്ട്രീയത്തെയും സാമ്പത്തിക വിപണിയെയും മുൾമുനയിൽ നിർത്തുകയാണ്. റഷ്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ ഇറാന് പിന്തുണയുമായി രംഗത്തെത്തുന്നത് ഒരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കോ നീങ്ങുകയാണോ എന്ന ഭീതി വർദ്ധിപ്പിക്കുകയാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഐക്യരാഷ്ട്രസഭയ്ക്ക് അയച്ച കത്തിൽ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രങ്ങൾക്കിടയിലുള്ള സമാധാനപരമായ പെരുമാറ്റ രീതികൾ തകർക്കപ്പെട്ടാൽ ലോകത്തെ അസ്ഥിരതയിലേക്കാണ് നയിക്കപ്പെടുക.